ഹായ്. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മിക്കവാറും എല്ലാവർക്കും ഉണ്ടാവാറായിട്ടുള്ള ഒരു ഭയത്തെക്കുറിച്ച് പറയാനായിട്ടാണ്. എനിക്കും ഉള്ളൊരു ഭയമാണ് മരണഭയം. മരിക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോഴത്തേനും പേടി വരാത്ത ഒരു മനുഷ്യജീവി പോലും ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് സാധാരണ വരാറുള്ള എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എങ്ങനെയായിരിക്കും മരിക്കുക, മരിച്ചു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും, മരിച്ചു കഴിയുമ്പോഴത്തേനുള്ള അവസ്ഥ എന്തായിരിക്കും, അങ്ങനെയൊക്കെയാണ് അങ്ങനത്തെ ചിന്തകളൊക്കെയാണ് എനിക്ക് വരാറുള്ളത്. അപ്പോൾ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാത്രിയിൽ നമ്മൾ എല്ലാം കഴിഞ്ഞിട്ട് കിടക്കുമ്പോഴായിരിക്കും ഇങ്ങനത്തെ ചിന്തകളൊക്കെ ഉണ്ടാവുക. അപ്പം രാത്രിയിൽ നമ്മൾ എത്ര ഇന്നങ്ങനെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് വിചാരിച്ച് കിടക്കുമ്പോഴായിരിക്കും ഈ ചിന്ത കയറി വരുന്നത്. എത്ര ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചാലും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെന്താണെന്ന് അറിയില്ല. ഇങ്ങനെയായിരിക്കും മരിക്കുക, മരിച്ചു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ എനിക്ക് വേണ്ടപ്പെട്ട ആരെങ്കിലും മരിക്കുമോ, അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ മരിച്ചു കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും, അങ്ങനെ ഇങ്ങനെ ഒത്തിരി ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ ചിന്തകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരിക്കണമെന്നറിയാം, പക്ഷേ അതിനെക്കുറിച്ചിട്ടുള്ള ഇങ്ങനെ ഒരു അമിതമായിട്ടുള്ള ചിന്ത ചിലരുടെയെങ്കിലുമൊക്കെ നിത്യജീവിതത്തെ തന്നെ ബാധിക്കുന്ന ഒരു സംഭവമായിട്ട് ഇപ്പം മാറിയിട്ടുണ്ട്. കാരണം ഒരുപാട് ഇങ്ങനെ നമ്മൾ ടെൻഷൻ അടിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ പല രീതിയിൽ ബാധിക്കാറുണ്ട്. ഇപ്പം ആരെങ്കിലും എന്നെ ഉപദ്രവിക്കുമോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ എന്നെ ആരെങ്കിലും ഉപദ്രവിക്കുമോ, എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിക്കുമോ, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ ഞാൻ മരിച്ചു പോവുമോ, അങ്ങനെയൊക്കെയുള്ള പല സാഹചര്യങ്ങളിലൂടെ ഓരോരുത്തരൊക്കെ കടന്നു പോകാറുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ചിന്തിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് അമിതമായിട്ടുള്ള മരണത്തെക്കുറിച്ചിട്ടുള്ള ഉത്കണ്ഠ ഉണ്ട് എന്ന് തന്നെയാണ്. ഈ മരണഭയത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു 6 മാസത്തിൽ കൂടുതലായിട്ട് നമ്മൾ ഇതിങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികമായിട്ടുള്ള മരണഭയം ഉണ്ട്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ ഒരു മരണം കേൾക്കുമോ, അല്ലെങ്കിൽ ഒരു അപകടത്തിൻ്റെ ഒരു വാർത്ത കാണുമോ, ഇപ്പം നമ്മൾ ഫോണിലൊക്കെ ആയാലും ന്യൂസ് കാണുമ്പോഴായാലും ടി വിയിൽ ന്യൂസൊക്കെ കാണുമ്പോഴത്തേനും ആയാലും അപകടത്തിലൊക്കെ മരിക്കുന്നതൊക്കെ ന്യൂസ് കാണുകയാണെങ്കിലും, അല്ലെങ്കിൽ ബന്ധുക്കൾ ആരെങ്കിലുമൊക്കെ അപകടത്തിൽപ്പെട്ടോ അല്ലാതെയൊക്കെ മരിക്കുന്ന ഒരു അവസ്ഥ നമ്മൾ കേൾക്കുമ്പോഴായാലും നമുക്കും അത് സംഭവിക്കുമോ എന്നൊക്കെയുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് മരണഭയം ഉണ്ട്. ഇത്തരത്തിലൊക്കെ ഉള്ളവർ മരണ വീടുകളിൽ നിന്നും ഒരുപാട് അകന്നു നിൽക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഇത്തരത്തിലുള്ള സാഹചര്യത്തിലുള്ളവർ അധികം മരണ വീടുകളിലൊന്നും പോവാതിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യത്തിലോട്ട് പോവാതിരിക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ടുള്ളത്. ഇപ്പം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം മരണഭയത്തിന് പ്രത്യേകിച്ച് എടുത്തു പറയത്തക്ക കാരണങ്ങളൊന്നും തന്നെയില്ല. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു സ്വാധീനം, അല്ലെങ്കിൽ നമ്മുടെ ജീവിത രീതികൾ, അല്ലെങ്കിൽ ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ ഉള്ളൊരു ട്രോമ, അങ്ങനെയൊക്കെ നമുക്ക് മരണഭയത്തിൻ്റെ കാരണങ്ങളായിട്ട് കണക്കാക്കാവുന്ന കാര്യമാണ്. ഉദാഹരണത്തിന് നമ്മളിപ്പം ചെറുപ്പത്തിൽ അല്ലെങ്കിൽ കുഞ്ഞു കുട്ടിയായിരിക്കുമ്പോഴൊക്കെ എന്തെങ്കിലും ഒരു അപകടം നേരിട്ട് കാണുകയോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ, പിന്നീട് നമ്മൾ അങ്ങനത്തെ ഒരു അവസ്ഥ കാണുമ്പോഴോ, അല്ലെങ്കിൽ ഒരു അവസ്ഥ നമുക്ക് സംഭവിക്കുമ്പോഴോ, ആ ഒരു ഇത് എനിക്കും സംഭവിക്കുമോ, അല്ലെങ്കിൽ ഞാനും അങ്ങനെ മരണപ്പെടുവോ എന്നൊക്കെയുള്ളൊരു പേടി നമുക്ക് ഉണ്ടാവാം. കാരണം അതൊക്കെ ഇതിനൊരു ഉദാഹരണമാണ് കേട്ടോ. നമുക്കും അങ്ങനെ സംഭവിക്കുമോ എന്നൊക്കെയുള്ള ഒരു പേടി, അതൊക്കെ ഈ മരണഭയത്തിന് കാരണങ്ങളാണ്. ചെറുപ്പത്തിൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കണ്ണിന് കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വലുതാവുമ്പോഴത്തേനും ഇങ്ങനെയുള്ള ഒരു മരണഭയം ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അധികമായിട്ടുള്ളൊരു മരണഭയം നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ആരുടെയെങ്കിലും ഒരു ഉപദേശം നേടി അതില്ലാതാക്കുക തന്നെ വേണം. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിനെ ഇത് പല രീതിയിൽ ബാധിക്കും. നമ്മുടെ മാനസിക സമ്മർദ്ദം കൂട്ടാനും, അല്ലെങ്കിൽ നമുക്ക് നിത്യജീവിതത്തിൽ തന്നെ ഇതൊരു വില്ലനായിട്ട് മാറാനുള്ള അവസ്ഥയുണ്ട്. നമ്മുടെ മനസ്സിനെ തന്നെ ഒരുപാട് ഈ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ സ്വാധീനിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പം ഒരുപാട് അങ്ങോട്ട് ഉത്കണ്ഠയായിട്ട് ചിന്തിക്കുന്നവരൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉപദേശങ്ങളൊക്കെ നേടിയിട്ട് നമ്മുടെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്തയെ ഇല്ലാതാക്കുക തന്നെ വേണം. നമ്മൾ എന്തായാലും ഒരിക്കൽ മരിക്കേണ്ടത് തന്നെയാണ്. ആ ഒരു സത്യം മനസ്സിലാക്കി ജീവിച്ചു കഴിഞ്ഞാൽ പ്രശ്നമൊന്നുമില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിങ്ങനത്തെയുള്ള ഒരു ചിന്തകളൊക്കെ വരണത് ഞാൻ ഏറ്റവും കൂടുതൽ മാറ്റിയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആവും. ഒരു ജോലി ഇല്ലാതെ ഇരിക്കുന്നവർക്ക് പ്രത്യേകിച്ച് ചിന്തിക്കാനായിട്ടുള്ള ഒന്നും ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരുടെ മനസ്സിലായിരിക്കും ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വളരെ പെട്ടെന്ന് കടന്നുകൂടി വരുന്നത്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും നമ്മൾ മാറി ആ ഒരു സംഭവത്തിലോട്ട് നമ്മുടെ മനസ്സ് പോകും. അപ്പം കൂടുതലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു കാര്യത്തിൽ എൻഗേജ്ഡ് ആയിരിക്കുക. ഉദാഹരണം, ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നമുക്കിഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ ഒരു ആക്ടിവിറ്റി നമ്മൾ ഡെയിലി ചെയ്ത് അതിലോട്ട് നമ്മുടെ മനസ്സിനെ എത്തിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ചിന്തകളിൽ നിന്നും നമുക്ക് നമ്മുടെ മനസ്സിനെ രക്ഷപ്പെടുത്തി എടുക്കാനായിട്ട് സാധിക്കും.
രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ ഒരുപാട് മനസ്സിൽ അലട്ടുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നല്ല നല്ല സ്റ്റോറീസ് ഒക്കെ കേട്ടുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുക, അല്ലെങ്കിൽ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് ഉറങ്ങാൻ ശ്രമിക്കുക. അപ്പം ഇങ്ങനത്തെ ചിന്തകളൊന്നും വരില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. എനിക്ക് കഥകളൊക്കെ കേട്ടുകൊണ്ട് കിടന്നുറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അല്ലെങ്കിൽ നല്ല പാട്ടുകൾ, എനിക്ക് പാട്ടുകളെക്കാളും കൂടുതൽ ഇഷ്ടം എന്തെങ്കിലുമൊക്കെ ദൈവികമായിട്ടുള്ള കഥകളോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ നല്ല സ്റ്റോറീസൊക്കെ കേട്ടുകൊണ്ട് കണ്ണടച്ച് കിടന്ന് ഉറങ്ങാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേനും നമ്മുടെ മനസ്സിൽ ഇത്തരത്തിലുള്ള ചിന്തകളൊക്കെ വരുന്നതിന് ഒരു തടയായിരിക്കും. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അപ്പം എന്തായാലും നമ്മൾ ജനിച്ചു കഴിഞ്ഞാൽ ഒരിക്കൽ മരിക്കണം. ഞാനത് പറഞ്ഞിട്ട് ഒരുപാട് പേടിപ്പിക്കുന്നില്ല, പക്ഷെ ആ ഒരു സത്യം അതൊരു സത്യമാണ്. അപ്പം നമ്മൾ അത് എപ്പോഴും മനസ്സിൽ വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമുക്ക് നമ്മുടെ ഈ ജനിക്കുമ്പോൾ തൊട്ട് മരിക്കുന്നത് വരെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഈ മരണത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് നമ്മളെന്തിനാ വെറുതെ നമ്മുടെ ജീവിതം ഇല്ലാതാക്കുന്നത്? ജീവിതം ഇല്ലാക്കുന്നതെന്നല്ല, ജീവിതത്തിൽ നമ്മളിങ്ങനെ മരണത്തെക്കുറിച്ച് ചിന്തിച്ച് ഒരുപാട് മനസ്സ് വിഷമിപ്പിക്കേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഒരുപാട് മാനസിക സമ്മർദ്ദം നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനു മുമ്പ് നമ്മൾ ഇല്ലാതായാലേ നമുക്ക് ഒരു കുറ്റമാവുള്ളൂ. അപ്പം നമുക്ക് ചെയ്തു തീർക്കാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലെങ്കിൽ ഇതുപോലുള്ള ഭയങ്ങളുള്ളവർ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എൻഗേജ്ഡ് ആയിട്ട് പൊയ്ക്കൊണ്ടേയിരിക്കുക. അപ്പം നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ 100% രക്ഷപ്പെടാൻ പറ്റിയില്ലെങ്കിലും പതുക്കെ പതുക്കെ അത് 100% തന്നെ നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.